ഹലോ ചങ്കുകളെ, ഓടിച്ചടിവായോ. നമുക്ക് ദം ബിരിയാണി ഉണ്ടാക്കാം. ദം ബിരിയാണി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാന്ന് ഇനി ആരും പറയരുത്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വാ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ചിക്കൻ എല്ലാവർക്കും അറിയാം എന്തൊക്കെ അതിൽ ആഡ് ചെയ്യണമെന്ന്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല. പിന്നീട് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഒരു ശകലം കോൺഫ്ലവറും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കാം. എന്നുവെച്ചാൽ എല്ലാം നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ ഒരു നല്ലൊരു കോട്ടിങ് കിട്ടാനാണ്. എന്നിട്ട് എല്ലാം മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം ഇതുവരെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ആ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി ബിരിയാണിക്ക് ആവശ്യമായ, ബിരിയാണിക്ക് മാത്രമല്ല കറിക്കും വേണം, ഉള്ളി, സവാള നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ കളറ് വേണം, നല്ല ഗോൾഡൻ കളറായിരിക്കണം, കരിയാനും പാടില്ല. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് കാഷ്യൂ ഇല്ലേ, നമ്മുടെ അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ കിസ്മിസ്, ഇതെല്ലാം നമുക്ക് ആ എണ്ണയിൽ തന്നെ വറുത്ത് കോരാം. കിസ്മിസ് വറുക്കുമ്പോൾ എല്ലാവരും നേരത്തെ ഒന്ന് അതിനെ കഴുകി എടുത്ത് വെച്ചിട്ട് വേണം വറുക്കാനായിട്ട്. കാരണം കിസ്മിസിൽ ഒരുപാട് അഴുക്ക് കാണും. കഴുകുമ്പോൾ അറിയാൻ പറ്റും, അഴുക്കും മണ്ണും ഒക്കെ ഉണ്ടാവും. നമ്മൾ കിസ്മിസ് ഏകദേശം മൂത്ത് വരുന്നുണ്ട്. കിസ്മിസ് കോരി ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതോടൊപ്പം അതിനാവശ്യമായ ഉള്ളി നമുക്കൊരു കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് ഒരു വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് ചെറിയൊരു ടിപ്പാണ്. വഴറ്റിക്കൊണ്ട് നിന്ന് ആ സമയം കളയാതെ. ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസം വരത്തില്ല കുക്കറിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ. നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ എല്ലാവരും വഴറ്റിയാണ് എടുക്കുന്നത്. ഇത് ഒത്തിരി പേർക്ക്, ഒരു 10-200 പേർക്കുള്ള ഫുഡാണ്. അപ്പം ഉള്ളി ഒത്തിരി വേണം. അപ്പം വഴറ്റിക്കൊണ്ട് നിന്നാൽ ഒത്തിരി സമയമാവും. ഇനി ആ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ആ എണ്ണയിലേക്ക് ആവശ്യമായ ജിഞ്ചർ, ഗാർലിക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് അതും ഇട്ട്, പിന്നെ നമ്മളിനി ഒരു സാധനം കൂടി ഇടാനുണ്ട്. എന്താണത് അറിയാമല്ലോ എല്ലാവർക്കും, പച്ചമുളകും ഇട്ട് വഴറ്റുക. ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് കുറച്ച് സമയമായിട്ട് വഴറ്റണം. അത് മൂത്ത് വരുമ്പം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചില്ലേ ഉള്ളി, അതിട്ട് വഴറ്റുക. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഇടുക. ടൊമാറ്റോ ഇട്ട് ഇനിയിപ്പം മഞ്ഞൾപ്പൊടിയും ഇതിനിപ്പം മസാലകൾ എല്ലാം ഇടേണ്ട ആവശ്യമില്ല. ഗരം മസാല മാത്രം ഇട്ടാൽ മതി. കാരണം ചിക്കൻ കറിക്ക് ഒരുപാട് എരിയായാൽ ഇത് ബിരിയാണിക്കല്ലേ. കുറേ പുതിനയില, മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് ഇളക്കി, പിന്നെ 1 കപ്പ് തൈരും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ ഇതിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു പകുതി ഉള്ളി, നമ്മൾ വറുത്ത് വെച്ച ഉള്ളി പകുതി ഉള്ളി ചിക്കൻ്റെ മുകളിലേക്ക് ഇടണം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് ചോറിനുള്ള പരിപാടി നോക്കാം. ചോറ് വയ്ക്കാനായിട്ട് കുറച്ച് എണ്ണ ആദ്യം ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചതച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ അതൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ബിരിയാണിയിൽ നമ്മളെല്ലാവരും ചേർക്കുന്ന ഒരു സാധനമാണ്, നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട്, കുറച്ച് പൈനാപ്പിൾ.
പൈനാപ്പിൾ ഇടുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് അരിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇതേ സമയം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചിക്കനിലൊഴിച്ച് ചിക്കൻ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചിക്കൻ നന്നായിട്ട് തിളക്കട്ടെ. അടുപ്പിലിരുന്ന് നന്നായിട്ട് തിളയ്ക്കണം. ചിക്കൻ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് ചോറ് റെഡിയായ ചോറ് തുറന്ന് അതിനകത്തേക്ക് ഏറ്റവും മുകളിലുള്ള ലെയർ ഫസ്റ്റ് എടുത്തിട്ട് ഇടുക. അങ്ങനെ ഓരോരോ ലെയറായിട്ട് എടുത്തെടുത്ത് ചിക്കൻ്റെ മുകളിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ദമ്മിടാം. ദമ്മിടാൻ ഇപ്പോൾ എല്ലാവരും സെല്ലോ ടാപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത്. മൈദയൊന്നുമല്ല, സെല്ലോ ടാപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത്. ശരിക്കുമുള്ള ദമ്മ് നമ്മൾ അടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ പാത്രത്തിൻ്റെ മുകളിലും കനൽ വാരിയിടും. ഇതിപ്പം അടുപ്പിലൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് കനലൊന്നും ഇടാത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ചോറ് മാത്രം എടുത്ത് മാറ്റിയിട്ട് അത് മിക്സ് ചെയ്യണം. അടിയിൽ ചിക്കൻ ഉണ്ടാവും. എന്നിട്ട് കോരുമ്പോഴത്തേക്ക് ചിക്കൻ പീസും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറും ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.